ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താമേ, ഈ രഹസ്യം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ലെന്നാണോ? അച്ഛൻ പോലും അറിയാതെ ഈ കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിയുടെ തലേന്ന് ഉദിച്ച ബുദ്ധി തന്നെ ആയിരിക്കും. ഇവൻ എന്തൊക്കെയാ ദേവാ ഈ വിളിച്ചു പറയുന്നേ? ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? മിണ്ടി പോരുത്. ഭ്രാന്തോ? ഞാൻ രാധിയെ സ്നേഹിച്ചിരുന്നു എന്നത് ഭ്രാന്താണോ? വിവാഹാലോചന നടത്താൻ വേണ്ടി ഞാൻ എന്റെ കുടുംബക്കാരെ ഇങ്ങോട്ട് അയച്ചത് രാധിക്ക് വേണ്ടിയായിരുന്നു. അത് ഭ്രാന്തായിരുന്നോ? വിവാഹ മണ്ഡപത്തിൽ മറ്റാരും അറിയാതെ പ്രിയങ്കയ്ക്ക് പകരം രാധികയെ വേഷം കെട്ടിച്ചതും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഭ്രാന്തായിരുന്നോ? പറയാം മുത്തശ്ശി അങ്ങോട്ട്. അമ്മ ഇത് നിഷേധിക്കുന്നുണ്ടോ? പറയാമേ അങ്ങോട്ട്. യശോദേ, വരുൺ പറയുന്നത് വാസ്തവാണോ? സത്യമാണോ എന്ന്? ദേവ, ആ ദേവിനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ. ബാക്കി നമുക്ക് സംസാരിക്കാം. വേണ്ട, ഇനി ഇത് പിന്നേക്ക് മാറ്റി വെക്കുന്നില്ല. ഇപ്പൊ അറിയണം. ഇപ്പൊ എനിക്ക് സത്യം അറിയണം. വായ കൊണ്ട്. യശോദേ, ഇത്രയും നാള് നീ എന്റെ കൂടെ ജീവിച്ചതും സ്നേഹിച്ചതും സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. വരുൺ പറഞ്ഞ സത്യമാണോന്ന്? പറയ യശോദേ, ഇത് സത്യമാണോന്ന്? അതോ ഞാനിവിടെ തലതല്ലി ചാവുന്നതിന് കാണണോ? സത്യമാണോന്ന്?